ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഡെലിവറി സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ താഴത്തെ ലിങ്ക് കൊടുക്കാം, കയറി കാണാം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു H1N1 ഫീവർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വീസിങ് കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിക്കടി നെബുലൈസേഷൻ ഇഞ്ചെക്ഷൻസ് അതുപോലെ ഒരുപാട് മരുന്നുകൾ അടിക്കടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീട്ടിൽ നിന്ന് വന്നതിലും കുറച്ചൊരാശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഡോക്ടർ പറഞ്ഞു എന്താ മരുന്നെന്ന് എനിക്കറിയില്ല, അത് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എനിക്ക് എത്തിക്കണം, ഇപ്പം തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അതാണെങ്കിൽ ഹോസ്പിറ്റലിൽ സ്റ്റോക്കും ഇല്ല. എന്നിട്ട് ഡോക്ടർ ഏതോ ഒരു ഷോപ്പിലേക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അതവിടെ ഉണ്ട്, പക്ഷേ ഷോപ്പ് അടക്കാനായി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഷോപ്പിലേക്ക് അടയ്ക്കുകയും ചെയ്തു. പിന്നെ ഇനി മരുന്ന് കിട്ടാൻ എന്ത് ചെയ്യും? അപ്പോൾ ഡോക്ടർ പിന്നെ പറഞ്ഞു ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും പേഷ്യൻസ് ഉണ്ടോ എന്നുള്ളത് അന്വേഷിച്ചു. അപ്പോൾ ICUവിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അത് കുറച്ച് പ്രായമായ ആളാണ്. അപ്പോൾ ആളുടെ മരുന്നുണ്ട്. ആളുടെ മരുന്ന് നാളെ രാവിലേക്ക് കൊടുക്കാനുള്ള മരുന്നും കൂടി ആയിട്ട് അങ്ങനെ 3 എണ്ണം അങ്ങനെ എന്തോ 3 ഡോസ് മരുന്ന് അവരുടെ ICUവിലുണ്ട്. ആളുടെ മെഡിസിനാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യ്, അതിൽ നിന്ന് എനിക്ക് ഇപ്പോഴേക്കും നാളെ രാവിലേക്ക് തരാനുള്ള ഡോസ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു രാവിലെ തന്നെ ഇത് പോയിട്ട് മേടിച്ചിട്ട് അവിടെ നിന്ന് എടുത്ത മരുന്ന് അങ്ങോട്ട് കൊടുക്കാൻ വേണം, ബാക്കി മരുന്ന് ഇവിടെ വെക്കാൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാർ ആ മരുന്ന് ഒക്കെ കൊണ്ടുവന്നു. ഡോക്ടർ പറഞ്ഞ പോലെ അതുപോലൊക്കെ ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം അപ്പോഴത്തേനും എൻ്റെ ഉമ്മൊക്കെ വന്നു ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെയൊക്കെ വീട്ടിലേക്ക് പോയി. കുട്ടികളുള്ളതല്ലേ, ബത്തും മറിയും ഉണ്ട്. അപ്പോൾ ഒക്കെ വീട്ടിലേക്ക് പോയി. ഉമ്മയും എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പിറ്റേ ദിവസം എന്ന് പറയുന്നത് ബറാത്താണ്. അപ്പോൾ എനിക്ക് പനി അപ്പോഴും പനി ഉണ്ടായിരുന്നു കേട്ടോ. പനി കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ തുമ്മല് ശ്വാസം മുട്ടൽ അതൊക്കെ നന്നായിട്ട് കുറഞ്ഞ മാതിരി ഭയങ്കര ഇങ്ങനെ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം പോലെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിനൊക്കെ എനിക്ക് നല്ല കുറവുണ്ടായിരുന്നു, പനി കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദാഹിച്ചു. അതായത് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ദാഹവും ഭയങ്കര ബുദ്ധിമുട്ടും ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ നനയ്ക്കും, പക്ഷെ വെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കും അങ്ങനെ. പക്ഷെ ഹോസ്പിറ്റലിൽ വന്നത് പിന്നെ ഛർദ്ദിക്കുള്ള ഇഞ്ചക്ഷൻ അടിക്കടി ചെയ്യണം, കാരണം ഛർദ്ദി ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഛർദ്ദി നിന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ ഉമ്മ എനിക്ക് ദാഹിക്കുന്നുണ്ട്, വെള്ളം റൂമിൽ വെള്ളം കഴിഞ്ഞു, ക്യാൻറ്റീനിൽ പോയിട്ട് വെള്ളം കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കണു പറഞ്ഞു. അപ്പോൾ ഉമ്മ അതെ എന്നാൽ ഞാൻ ഇപ്പോൾ പോയി വെള്ളം കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ പോവുകയും ചെയ്തു. അപ്പോഴത്തേനും ഞാൻ ഉറങ്ങിപ്പോയി. ഞാനിങ്ങനെ ഉറങ്ങി പിന്നെ അങ്ങനെ പിന്നെ ഉമ്മ വന്നിട്ട് പിന്നെ എന്നെ വിളിക്കുകയാണ് ചെയ്യണത്. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തേ എന്ന് ചോദിച്ചപ്പോൾ എന്താ വെള്ളം വേണ്ട നിനക്ക് വെള്ളം കുടിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വെള്ളം കുടിച്ചല്ലോ, എനിക്കിപ്പോൾ ദാഹമൊന്നുമില്ല, ഞാൻ സർവത്ത് കുടിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു സർവത്ത് കുടിക്കുക, ഇപ്പം ആരും സർവത്ത് കൊണ്ടുവന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങായിരുന്നല്ലോ. അപ്പോൾ ഉറക്കത്തിൽ ഞാൻ സ്വപ്നം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ അച്ഛൻ എന്നാണ് വിളിക്കുന്നത്, കൃഷ്ണകുട്ടി എന്നുള്ള പേര്, ഞങ്ങളുടെ അയൽവാസിയാണ്. അപ്പോൾ അഭിചേട്ടനും ജിഷ് ചേച്ചിയും കുഞ്ഞുണ്ണി ചേച്ചിയൊക്കെ ആയിട്ട് ഞങ്ങളൊരു വീട് പോലെ കഴിയുന്ന ആൾക്കാരാണ്. അപ്പോൾ അച്ഛൻ എന്നാണ് വിളിക്കുക. അച്ഛൻ എപ്പോഴും പറയും എൻ്റെ മോളാണ് നീ, എൻ്റെ മോളാണ്. അങ്ങനെ മോളെപ്പോലെ എന്നെ സ്നേഹിച്ച് കൊണ്ട് നടന്നിരുന്ന ആൾക്കാരാണ്, എൻ്റെ കുഞ്ഞുനാളിലെ എടുത്ത് കൊണ്ട് നടന്നിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ സ്വപ്നം കണ്ടതാണ് അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്താ മോളെ ഇങ്ങനെയൊക്കെ എടുക്കണത്, വയ്യേ നിനക്ക്. അപ്പം ഞാൻ അച്ഛനോട് പറയണ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നു, അതെ അച്ഛൻ നിനക്ക് സർവത്ത് കൊണ്ടുവന്നുണ്ടല്ലോ, ഇത് കുടിക്കുക. അപ്പം ഞാനത് കുടിക്കണതും പക്ഷെ എനിക്ക് ആ ദാഹം മാറി അത്രയും ദാഹിച്ചിട്ട് കിടന്നിരുന്നു, പക്ഷെ ദാഹം മാറി ചെയ്തു. അപ്പം എനിക്കത് അങ്ങനെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ അത് നീ സ്വപ്നം കണ്ടതാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് എൻ്റെ അമ്മായി വന്നപ്പോൾ
കുറച്ച് പത്തിരിയും ഇറച്ചിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വരാത്തല്ല അപ്പം എന്നെ കാണാൻ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ അത് കുറച്ച് കഴിക്കുക. അപ്പം ഞാൻ ബറാത്തല്ലേ, അപ്പം ബറാത്തായിട്ട് അച്ഛനാണ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഉമ്മ അത് അവർക്ക് ചേട്ടനൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞു ഞാനിങ്ങനെ അച്ഛനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം. അത് പറഞ്ഞതും അവിടുന്ന് നിലയും വിളിയും കരച്ചിലൊക്കെ ആയിട്ട് അവർക്ക് കൂടി എൻ്റെ അടുത്തേക്ക് വന്നു. നീ കണ്ടല്ലോ, നിനക്ക് കാണാൻ പറ്റിയല്ലോ, ഞങ്ങളൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്താണാവും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. എനിക്കിപ്പോഴും അത് മറക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതാണ് ഞാനിപ്പോൾ ഇവിടെ അത് എടുത്ത് പറഞ്ഞത് കേട്ടോ. നമ്മുടെ സ്റ്റോറിയായിട്ട് ബന്ധമില്ലാത്ത കാര്യമാണ്, എന്നാൽ കൂടി അപ്പം ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാനതിപ്പോൾ ഇവിടെ പറഞ്ഞത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു 5 ദിവസമൊക്കെ ആയപ്പോൾ 6 ദിവസം ഞാൻ കിടന്നു ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡിസ്ചാർജ് ആയത് നേരെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉമ്മ ഉണ്ടാക്കി തന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഛർദിയൊന്നും ഉണ്ടാവില്ല. നേരെ തൃശ്ശൂർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീണ്ടും ഛർദി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളന്മാർ നമ്മുടെ ടേസ്റ്റിനല്ല ഫുഡ് ഉണ്ടാക്കുക. അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇപ്പോൾ ഇക്കാടെ വീട് എന്ന് പറയുന്നത് കൂട്ടുകുടുംബമാണ്. അപ്പോൾ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അവർ ഫുഡിലൊക്കെ ചേഞ്ച് ചെയ്യാൻ ബാക്കി എല്ലാവരും അവരെല്ലാവർക്കും അത് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഉമ്മ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള കറികളൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് അനിയത്തി ഇവിടെ സെൻറ് തോമസിൽ പഠിച്ചിരുന്നു. അപ്പം അവളുടെ കയ്യിൽ കൊടുത്തയക്കുമ്പോൾ അവൾ നേരെ ഷോപ്പിലേക്ക് കൊടുക്കും. മിക്ക അത് അവിടെ നിന്ന് എനിക്ക് കൊണ്ടുവന്ന് തരും. അപ്പം ഞാനത് കൂട്ടി ചോറിനും അങ്ങനെയാണ് പതിവ്. പിന്നെ ഇപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. വീട്ടിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴെപ്പോഴും വയ്യാണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ വയ്യാണ്ടാവുമ്പോൾ വാടാനപ്പള്ളി ചിലപ്പോൾ രാത്രിയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാടാനപ്പള്ളിയിൽ രാത്രിയൊന്നും അങ്ങനെ വണ്ടിയൊന്നും കിട്ടൂല. അപ്പം ഇതാകുമ്പോൾ എപ്പോഴും മിക്ക ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടിക്കായാലും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ വേഗം എനിക്ക് ഹോസ്പിറ്റലും അടുത്താണല്ലോ, അപ്പോൾ വേഗം എനിക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റും. അവിടെ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഞാൻ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങൊന്നും ഇതിന് നടത്തിയില്ല. എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴെപ്പോഴും വയ്യാണ്ടാവണം. കാരണം ഞാൻ ഇവിടെ തന്നെയാണ് നിന്നത്, തൃശ്ശൂർ തന്നെയാണ് നിന്നത്. ഡെലിവറി വരെ അവിടെ നിന്ന് ഡെലിവറി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോണത്. അങ്ങനെ പിന്നെ 7-ാം മാസത്തെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട്. അതൊക്കെ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. പിന്നെ 7-ാം മാസത്തെ സ്കാനിങ് അതിലൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഓക്കെയാന്ന് പറഞ്ഞു. പിന്നെ അവിടുന്ന് പിന്നെ എനിക്ക് പെട്ടെന്ന് ഇതുപോലെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ പിന്നെ നോക്കുമ്പോഴാണ് ഞാൻ ഭയങ്കരമായിട്ട് അനീമിക് ആയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള ഓറോഫറിൻ്റെ ഇഞ്ചെക്ഷൻസും കാര്യങ്ങളും വെച്ചാൽ ഗുളിക കഴിച്ച് അനീമിയ മാറ്റാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല, 7 മാസമായല്ലോ. അപ്പം അത് കാരണം ഇഞ്ചെക്ഷനാണ്. അപ്പം എനിക്ക് 1.5 ഒക്കെ ഇഞ്ചെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ എടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്ക് പെയിൻ വന്നത്. അങ്ങനെ ഒരു 7.5 മാസമായപ്പോൾ എനിക്ക് കൺട്രാക്ഷനും പെയിനും വന്നു. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഡോക്ടർ പെയിൻ കുറയാനൊക്കെയുള്ള ഇഞ്ചക്ഷനൊക്കെ തന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. അതായത് എങ്ങാനും ഡെലിവറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാവാണ്ടിരിക്കാൻ വേണ്ടി ലങ്സ് മെച്ചുവേർഡ് ആവാനുള്ള ഒരു ഇഞ്ചക്ഷൻ. അപ്പോൾ അത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു 2 ദിവസം ഇവിടെ അഡ്മിറ്റ് ആവേണ്ടി വരും. എന്താ വെച്ചാൽ ഇത് തരാണ്ടും പറ്റില്ല, കാരണം ഡെലിവറി ആയി കഴിഞ്ഞാൽ അത് കുട്ടിക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടിയുടെ ലങ്സ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കുട്ടിയുടെ ലങ്സ് മെച്ചുവേർഡ് ആവാനായിട്ടുള്ളൊരു ഇഞ്ചക്ഷൻ ആയിരുന്നു. അപ്പോൾ അത് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ ലെവല് ഭയങ്കര ഹൈ ആവും. അപ്പോൾ നമുക്ക് ഇൻസുലിൻ എടുക്കണം. അപ്പോൾ 2 ദിവസം അഡ്മിറ്റായി, അങ്ങനെ ഇൻസുലിൻ എടുത്തു. പിന്നെ വീണ്ടും ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എനിക്ക് ഈ പെയിൻ ഇങ്ങനെ ചെറുതായിട്ട് വരുമ്പോൾ ഞാൻ വേഗം ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പോൾ ഇക്കാർക്ക് ഇപ്പോൾ ഫുൾ ഡേ നിൽക്കാൻ അഡ്മിറ്റ് ആവേണ്ടി വരില്ല, ഫുൾ ഡേ നിൽക്കാണ്ട് വരുമ്പോൾ ഡോക്ടർ പറയും എന്നെ ലാബ് റൂമിൽ എടുത്തിട്ട് ഡോക്ടർ പറയും നീ പൊക്കോ. ഇക്കാട് പറയും നീ പൊക്കോ, ഞാൻ ഇനി അവളുടെ വിടുന്ന ടൈം ആകുമ്പോൾ അറിയിക്കാം, അപ്പോൾ വന്നാൽ മതി എന്ന് പറയും. അപ്പോൾ അത് വരയ്ക്കും 2 നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അവരെ എനിക്ക് ഇട്ട് തരും. എൻ്റെ എല്ലാ കാര്യങ്ങളും അവരാവും നോക്കും. ഞാൻ വീട്ടിൽ പോകണമല്ലോ, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇപ്പോൾ ഉമ്മാക്ക് വരണമാണെങ്കിലും അനിയത്തിമാരൊക്കെ സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം ഉമ്മാക്ക് വരാൻ. അപ്പോൾ ഉമ്മാക്ക് ഉച്ചരിയും വരുമ്പോൾ അപ്പോൾ അത് വരയ്ക്കും എനിക്കിങ്ങനെ അവിടുത്തെ സ്റ്റുഡൻസിനെ സ്റ്റാഫുകൾ ആരെങ്കിലും വെച്ച് തരും ഡോക്ടർ എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട്. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്കാനിങ് വരുമ്പോൾ ഡോക്ടർ പറയും സ്കാനിങ് ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ
2 ദിവസം 3 ദിവസം കൂടുമ്പോൾ എനിക്ക് സ്കാൻ ചെയ്യേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, അത് ഈ പെയിൻ വന്നതിൻ്റെ ശേഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അപ്പം സ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ ഡോക്ടർ പറയും ഞാൻ അറിഞ്ഞാൽ പോരെ റിസൾട്ട് എന്ന് പറയും. നമുക്ക് നമ്മുടെ ഡോക്ടർ അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ലാബ് റൂമിൽ വെച്ചിട്ട് തന്നെ ഡോക്ടറിനെ സ്കാൻ ചെയ്ത് റിപ്പോർട്ട് നമുക്ക് കിട്ടില്ല. പിന്നെ മറ്റുള്ള മെയിൻ സ്കാനിങ് ഒക്കെ നമ്മൾ താഴെ പോയിട്ട് ചെയ്തിട്ട് റിപ്പോർട്ടായിട്ടാണ് വരാം. അപ്പോൾ ആ റിപ്പോർട്ട്സൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. ബാക്കി ഫയലിൽ ഡോക്ടർ നോട്ട് ചെയ്ത് വയ്ക്കുക ചെയ്യും. അത് കഴിഞ്ഞ് ഒരു 8 മാസം, അങ്ങനെ ഇപ്പോൾ ഒരു 8 മാസമൊക്കെ ആയി. ആ 8 മാസം ആയപ്പോഴാണ് ഡോക്ടർ പിന്നെ ഒരു സ്കാനിങ് 8-ാം മാസത്തിലും സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് താഴെ പോയിട്ട് സ്കാൻ ചെയ്ത് ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തിട്ട് വയറെന്ന് പറഞ്ഞ് ചെയ്ത് വന്നപ്പോഴാണ് വെള്ളം കുറവ്, വയറ്റിൽ വെള്ളം കുറവ്. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു വെള്ളം കുറവാണ്, ഇത് എന്താ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ വരാനെന്ന് പറഞ്ഞത്. സ്കാൻ ചെയ്യ്, നമുക്ക് ഒരാഴ്ചക്ക് ഒരു സാഷെ പാക്കറ്റ് അങ്ങനെ, അത് ഒരു ഓറഞ്ച് ഫ്ലേവറിലുള്ള ഒരു പൊടി, അത് കുറച്ച് വിലയുണ്ട് അതിന്. അപ്പോൾ അത് കലക്കിയിട്ട് ഈ വെള്ളം കുറവ് അഡ്ജസ്റ്റ് ആവാനുള്ള ഒരു മരുന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കലക്കിയിട്ട് കുടിക്കുക. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ സിറപ്പ് പോലത്തെ സാധനങ്ങളൊക്കെ കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കലക്കി തന്നിട്ട് അടുത്തിരുത്തിയിട്ട് ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ കുടിപ്പിക്കും. ഞാൻ കുടിച്ച് കഴിഞ്ഞവരൊക്കെ എൻ്റെ അടുത്തിരിക്കുക, എന്നിട്ട് എനിക്ക് പോകുള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഈ പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ വെയിറ്റ് വന്നത് 40 കിലോയിലേക്ക് വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തെങ്ങനെ ഇതെന്തെങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർക്ക് അറിയാതാണ് എൻ്റെ ശരീരപ്രകൃതി എങ്ങനെ, ഞാനിങ്ങനെ വെയിറ്റ് കുറഞ്ഞ് വരുമ്പോൾ ലാസ്റ്റ് ടൈമിൽ ഒരു 3 കിലോനൊക്കെ കൂടും. അങ്ങനെയാണ് എൻ്റെ മുന്നത്തെ 2 അങ്ങനെയാണ്. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ മുന്നേ അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഫയലൊക്കെ നോക്കിയപ്പോൾ മുമ്പും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഞാനിവിടെ ഒരു ഫ്ലെക്സ് അടിച്ച് വെക്കാൻ പോകും, ഒരു അപൂർവ ഗർഭിണി എന്ന് പറഞ്ഞിട്ട്. സാധാരണ ഗർഭിണികളൊക്കെ വരുമ്പോൾ ആദ്യം വണ്ണം കുറഞ്ഞിട്ടൊക്കെ വരും, എന്നിട്ട് പിന്നെ അങ്ങനെ വണ്ണം വെച്ച് വരെ ചെയ്യാം. നീ നേരെ ഉൾട്ടയാണല്ലോ എന്ന് ചോദിച്ചെന്നോട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോന്നപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഉമ്മാട് ഡോക്ടർ പറഞ്ഞു അത്ര എൻ്റെ ഗർഭപാത്രത്തിന് കട്ടി കുറവായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പെയിൻ. അങ്ങനെ നടക്കുമ്പോഴൊക്കെ കുറച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ വയറൊക്കെ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ കുട്ടി വെയിറ്റ് വെച്ച് വരുന്നതിനനുസരിച്ച് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ട്. പിന്നെ കുട്ടി ഇറങ്ങി വരാം അങ്ങനത്തെ ഒക്കെ ഒന്നും സ്റ്റിച്ചിടേണ്ടി വന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അനങ്ങുമ്പോഴൊക്കെ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡോക്ടർ ഉമ്മാട് പറഞ്ഞു അത്ര മോളെ കിട്ടണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോ, ഒന്നുമില്ലെങ്കിൽ മോള് അല്ലെങ്കിൽ കുട്ടി, ഇതാവും ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവരുടെ ഹെൽത്ത് വെച്ച് നോക്കുമ്പോൾ വരണത് എന്നുള്ളത് ഡോക്ടർ ഉമ്മാട് പറഞ്ഞു അത്ര. ഇതൊന്നും നമ്മളറിയില്ല, ഉമ്മാണെങ്കിൽ ഇക്കാട് പറഞ്ഞില്ല, നമ്മളിതൊന്നും അറിയണില്ല കേട്ടോ. കാര്യം നന്നായി ഉമ്മ പറഞ്ഞു വെച്ചില്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിച്ച് ചേർത്തേനെ അപ്പം തന്നെ. അങ്ങനെ 9 മാസം അല്ല, ഈ മരുന്നൊക്കെ കഴിച്ച് ചെന്നിട്ട് പിന്നെ അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ കുറഞ്ഞ വെള്ളമൊക്കെ ലെവലൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയി. അങ്ങനെ ഡോക്ടർ ഡേറ്റ് തന്നത് ജാനുവരി 3-ാം തീയതിയാണ് ഡേറ്റ് തന്നത്. അപ്പം നമ്മൾ ഡിസംബർ ഒരു 8-ാം തീയതി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡേറ്റ് അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ ചെല്ലുന്നുണ്ട്, ചിലപ്പോൾ 4 ദിവസം കൂടുമ്പോൾ ചെല്ലും. അത് വേറെ ഒന്നുകൊണ്ടല്ല, നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പോണതാണ്. അപ്പോൾ ഒരു 8-ാം തീയതി ചെന്നപ്പോൾ പിന്നെ ഡേറ്റ് അടുക്കും തോറും നമുക്ക് എനിക്ക് എല്ലാവർക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം, എനിക്കൊരു 5 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ റിവ്യൂ പറഞ്ഞിരുന്നു ഇങ്ങനെ വന്ന് കാണാനായിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് സ്കാനിങ്ങിലൊക്കെ കുട്ടിയുടെ വെയിറ്റൊക്കെ കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പാർട്ട് 3-ൽ പറയാം. കുറേ കാര്യങ്ങളുള്ള കാരണേ പാർട്ട് 3 ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ടുണ്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് പാർട്ട് 3-ൽ കാണാം.